പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാർ വിളിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാനൊരു ടാക്സ് പ്രാക്ടീഷണറൊന്നും അല്ല, പിന്നെ എന്തിനായി വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഈ GST വന്നൊരു കാലം ഉണ്ടല്ലോ, GST ആ വന്ന സമയത്ത് മലയാളത്തിൽ ആരും അധികം വീഡിയോ ചെയ്തിരുന്നില്ല. ആൾക്കാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് വേറെ വിഷയം. പിന്നെ ഈ ടാക്സ് പ്രാക്ടീഷണർമാർക്ക് മിക്കവാറും ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ്, അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്തതുകൊണ്ട് അവർ വീഡിയോ ചെയ്യാറുമില്ല. അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഒന്നല്ല കുറേ വീഡിയോ ചെയ്തിരുന്നു. അതായിരുന്നു കേരളത്തിൽ വൈറലായി ഓടിക്കൊണ്ടിരുന്നത്. അന്ന് GSTന്റെ കാര്യങ്ങൾ അടിച്ചുകഴിഞ്ഞ് GST അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതായിരുന്നു അന്നത്തെ കാലം. അന്ന് സാബു കൊട്ടോട്ടി എന്നാണ് ചാനൽ കേട്ടോ, ഡിഫറൻ്റ് ആയിട്ടുള്ളൊന്നുമല്ല. അപ്പോൾ അന്ന് രൂപീകരിച്ചിട്ടുള്ള കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, പിന്നെ അത് വാട്സപ്പ് ഗ്രൂപ്പുകൾ കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ഈ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 12 ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരു ചാർട്ട് വന്നിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ, അത് സംഗതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ അത്തരത്തിലൊരു സംശയം വരാൻ കാരണം ഇവിടുത്തെ KSEB ആണ്. ഈ KSEBക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിലാണ് ബില്ല് എഴുതുക. അപ്പോൾ അവരുടെ ബില്ലിംഗ് സിസ്റ്റം ഞാനൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ഇത് പറയാം. ഇവരുടെ താരിഫ് ഇങ്ങനെയാണ്, ഇൻകം ടാക്സിന്റെ താരിഫ് ഇങ്ങനെയാണ് ആ ചാർട്ട് വരുന്നത്. നോക്ക്, 4 ലക്ഷം രൂപ വരെ നമ്മൾ നികുതി കൊടുക്കണ്ട. പിന്നെ 4 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ 5% നികുതി കൊടുക്കണം. 8 ലക്ഷത്തിനും 12 ലക്ഷത്തിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ 10% കൊടുക്കണം. 12 ലക്ഷത്തിനും 16 ലക്ഷത്തിനാണെങ്കിൽ 15% കൊടുക്കണം. അങ്ങനെ 24 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% കൊടുക്കണം. ഇങ്ങനെയാണ് ആ ചാർട്ട് കണ്ടത്. ഇത് KSEBന്റെ അവർ ബില്ലിംഗ് സിസ്റ്റം വെച്ചിട്ടാണ്, അവരുടെ താരിഫ് കണക്കാക്കുന്നത് ചിന്തിച്ചിട്ട് ഇവരിങ്ങനെ ആലോചിച്ചിട്ടാണ് ഭ്രാന്ത് പിടിക്കുന്നത്. KSEBന്റെ താരിഫ് ഞാനൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നോക്കിയപ്പോൾ 100 യൂണിറ്റ് വരെയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നതാണ് കേട്ടോ, KSEBക്ക് അത്രയും ചാർജ് ഉണ്ട് എന്നല്ല പറയുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അങ്ങനെ തന്നെ മാത്രം എടുത്താൽ മതി. 100, 200, 300, 400 എന്നാണ് ഈ താരിഫുകൾ എന്ന് ചിന്തിക്കുക. 5, 10, 15, 20 ഇങ്ങനെയാണ് താരിഫ് പോണത്. അതായത് 100 യൂണിറ്റ് വരെ, 1 മുതൽ 100 യൂണിറ്റ് വരെ നിങ്ങൾക്ക് 5 രൂപ വെച്ച് അടച്ചാൽ മതി. 100 മുതൽ 200 യൂണിറ്റ് വരെ 10 രൂപ അടയ്ക്കണം. 200 മുതൽ 300 വരെ 15 രൂപ വെച്ച് അടയ്ക്കണം. 300 മുതൽ 400 വരെ 20 വെച്ച് അടയ്ക്കണം. ഇങ്ങനെയാണ് താരിഫ് കണക്കാക്കുന്നതെന്ന് ചിന്തിച്ചോളൂ. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു സംശയമുള്ളത്, 1 മുതൽ 100 വരെ യൂണിറ്റുകൾ, 100 യൂണിറ്റ് ഒരാൾ കത്തിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ 500 രൂപ അടയ്ക്കുക, 5 രൂപ വെച്ചിട്ട്. അങ്ങനെയാണ് ചിന്തിക്കുക. അപ്പോൾ ഒരു 510 യൂണിറ്റ് കത്തിച്ചു എന്ന് കരുത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ കരുതുന്നത് 100 യൂണിറ്റ് വരെ 5 രൂപ വെച്ചും കൂട്ടും, അങ്ങനെ 500 രൂപയായി. പിന്നെ 100 യൂണിറ്റ് മുകളിൽ 200 യൂണിറ്റിന് ഇടയിലുള്ള ഒരു 10 യൂണിറ്റ്, ആ 10 യൂണിറ്റ് ആകുമ്പോൾ 10 യൂണിറ്റിന് 10 രൂപ വെച്ചിട്ട് 100, അപ്പോൾ 600 രൂപ അടയ്ക്കണം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അത് തെറ്റാണ്. KSEB കണക്കൂട്ടുന്നത് അങ്ങനെയല്ല. KSEB 100 യൂണിറ്റ് വരെ 5 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ 101 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ 101 യൂണിറ്റിനും 10 രൂപ വെച്ച് കൂട്ടും. മനസ്സിലായില്ലേ? 201 യൂണിറ്റ് ആണെങ്കിൽ 201 യൂണിറ്റിനും 15 രൂപ വെച്ച് കൂട്ടും. 301 യൂണിറ്റ് ആണെങ്കിൽ 301 യൂണിറ്റിനും 20 രൂപ വെച്ച് കൂട്ടും. അങ്ങനെയാകുമ്പോൾ ഒരു ഭീമമായ കറണ്ട് ബില്ലാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ കറണ്ട് ബില്ല് കൂടുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഈ ഇൻകം ടാക്സിനെ ആൾക്കാർ സംശയിക്കുന്നത്. നോക്കണേ കാര്യങ്ങളിൽ പോണ പോക്ക്. നമുക്ക് ഇൻകം ടാക്സ് എങ്ങനെയാണ് കണക്കൂട്ടുന്നത് നോക്കാം. 12 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾക്ക് വരുമാനം ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണ്ട. ഞാൻ എളുപ്പത്തിൽ പറയുന്നതാണ്, അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. 12 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങളുടെ വരുമാനം എന്നുണ്ടെങ്കിൽ ഫയൽ ചെയ്ത് വിട്ടേക്ക്, ടാക്സ് കൊടുക്കണ്ട. ഇനി 15 ലക്ഷം രൂപ ഉണ്ടെങ്കിലോ, അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോഴാണ് ഈ താരിഫ് വരുന്നത്. 15 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ 4 ലക്ഷത്തിന് നിങ്ങൾ പൈസ കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ 15ൽ നിന്ന് 4 പോയി, ബാക്കി 11 ലക്ഷം ഉള്ളത്. ആ 11 ലക്ഷത്തിൽ 4 ലക്ഷത്തിന്, അതായത് നോക്കൂ, 4 മുതൽ 8 ലക്ഷം വരെ, അപ്പോൾ 4 ലക്ഷത്തിന് നിങ്ങൾ 5% കൊടുക്കണം. അപ്പോൾ 8 ലക്ഷം പോയി. പിന്നെ അടുത്ത 4 ലക്ഷത്തിന് നിങ്ങൾ 10% വെച്ച് കൊടുക്കണം. അപ്പോൾ 12 ലക്ഷം പോയി. പിന്നെ ബാക്കിയുള്ള 3 ലക്ഷത്തിന് നിങ്ങൾ 15% വെച്ച് കൊടുക്കണം. കാര്യം 12, 3, 15, 15ആണല്ലോ നിങ്ങളിലുള്ളത്. അപ്പോൾ 3 ലക്ഷത്തിന് 15% നിങ്ങൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ 4 ലക്ഷത്തിന് ടാക്സ് ഇല്ല, രണ്ടാമത്തെ 4 ലക്ഷത്തിന് 5%, മൂന്നാമത്തെ 4 ലക്ഷത്തിന് 10%, നാലാമത്തെ ആ 3 ലക്ഷം ബാക്കിയുള്ളൂ, അതിന് നിങ്ങൾ 15%. അപ്പോൾ 15 ലക്ഷത്തിന് നിങ്ങൾ ടാക്സ് അടച്ചു. ഇങ്ങനെ തന്നെയാണ്. അതായത് KSEBന്റെ പണി ഇവിടെ എടുക്കണില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇൻകം ടാക്സ് കണക്കൂട്ടുന്നത്. വളരെ സിമ്പിളാണ്, തലപോകേണ്ട ആവശ്യമൊന്നുമില്ല. 12 ലക്ഷം മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്ത് വിട്ടേച്ചാൽ മതി. അതിന് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 ലക്ഷം ഒഴിവാക്കിയിട്ട് 4, 4, 4 എന്ന് വെച്ചിട്ട് ആ 4ന്റെ 5%, ആ 4ന്റെ 10%, ആ 4ന്റെ 15%, ഇങ്ങനെ കണക്ക് കൂട്ടി കൊടുത്തേച്ചാൽ മതി. പിന്നെ 24 ലക്ഷത്തിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 30% ടാക്സ് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ. Different angles. Don't forget to subscribe and support this channel.